ദൈവനാമം മാത്രം മാറാട്ടെ. ഞാൻ അൽവി രജു, കോതമംഗലം ബദൽ ബാപ്റ്റിസ്റ്റ് സഭാംഗമാണ്. ജേണി ത്രൂ സയൻസിന്റെ 128ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 75ാം സങ്കീർത്തനത്തിൽ നിന്നുമാണ്. ഈ സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആസാഫിനെ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണിത്. ആസാഫ് ഈ സങ്കീർത്തനം ഏത് സാഹചര്യത്തിൽ എഴുതിയെന്ന് വ്യക്തമല്ല. ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ഒരു വലിയ പ്രതിസന്ധിയിൽ പെട്ടിരുന്നു. ആ അവസരത്തിൽ ദൈവത്തിന്റെ സഹായത്തിനായി അപേക്ഷിക്കുകയും അപ്പോൾ വലിയവനായ ദൈവം ഇസ്രായേലിന്റെ ശത്രുവിനെ തകർത്ത് ഇസ്രായേലിനെ രക്ഷിക്കുകയും ചെയ്ത ഒരു സന്ദർഭമാണ് കാണുന്നത്. മാത്രമല്ല, ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം നാം മനസ്സിലാക്കുമ്പോൾ 75ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ ജനം ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ലോകത്തെ നീതിയിൽ ഭരിക്കുന്നതും 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരന്റെ മുന്നറിയിപ്പും 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ശത്രുവിന്റെ സമ്പൂർണ്ണ നാശവും ദൈവത്തിന്റെ മഹത്വവുമാണ് കാണുന്നത്. 1-ാം വാക്യത്തിൽ നാം കാണുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന്. വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുത്തിയത് കണ്ടപ്പോൾ ദൈവത്തെ വളരെ ഉണർവോടുകൂടി സ്തുതിക്കുന്നത് ആണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കാണിച്ച അവന്റെ അതിശയ പ്രവൃത്തികൾ എത്ര ഭയങ്കരമാണ്. ഇത് മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. ദൈവം നമ്മോട് ചെയ്ത അവന്റെ എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. അത് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു. വീണ്ടും 2-ാം വാക്യം പഠിക്കുമ്പോൾ ഇവിടെ നാം കാണുന്നു, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കുമെന്ന്. ന്യായവിധി താമസിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുന്ന മനുഷ്യനോട് ദൈവം പറയുകയാണ്, തക്ക സമയം വരുമ്പോൾ പ്രവർത്തിക്കുന്നവനാണ് താനെന്ന്. സമയം എന്നതിന് നിയമിക്കപ്പെട്ട സമയം എന്നാണ് അർത്ഥം. നമ്മുടെ ദൈവത്തിന്റെ സമയമാണ് ശരിയായ സമയം. അതുകൊണ്ട് പ്രിയരെ, നാം മനസ്സിലാക്കുക, നമ്മുടെ ദൈവം നീതിയെ ഇഷ്ടപ്പെടുകയും തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവനുമാണ്. നമ്മുടെ ദൈവം ഏത് പാപങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നത് നാം ചിന്തിക്കുന്ന സമയത്തല്ല, മറിച്ച് ദൈവത്തിന്റെ സമയത്താണ്. ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നാം കണ്ടു. ദൈവഭക്തന്മാരോടുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ അനുഗ്രഹം ചുരിഞ്ഞത് ദൈവത്തിന്റെ സമയത്താണ്. ആയതുകൊണ്ട് ദൈവവചനം നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ സമയത്ത് നീതിയോടെ വിധി കൽപ്പിക്കുന്നവനാണ് നാം അറിഞ്ഞ നാം ആരാധിക്കുന്ന ദൈവം. ഈ ബോധ്യത്തോടെ വേണം ഒരു ദൈവവേദലായിരിക്കുവാൻ. സമയം വരുമ്പോൾ ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ നേരോടെ വിധി കൽപ്പിച്ച ഒരു ദൈവമുണ്ടെന്ന ബോധ്യത്തോടെ ആയിരിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിന്റെ 4-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഡംഭം കാട്ടരുതും ഡമ്മികളോടും കൊമ്പ് ഉയർത്തരുതെന്ന ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയും വരുത്തുന്നു. ഇത് വാസ്തവത്തിൽ പൊങ്ങച്ചക്കാർക്കെതിരെയുള്ളൊരു മുന്നറിയിപ്പാണ്. നമുക്ക് അഹങ്കരിക്കുവാനൊന്നുമില്ല. നമ്മൾ നേടിയെന്ന് പറയാൻ നമുക്കൊന്നുമില്ല. നമുക്കുണ്ടായിരുന്നതും ഉള്ളതും ഉണ്ടാകുവാൻ പോകുന്നതുമെല്ലാം അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ കൃപയിലുള്ള ദാനങ്ങളുമാണ്. ഈ ബോധ്യം നമുക്കില്ലാതെ പോയാൽ ദൈവത്തിലുള്ള ആശ്രയവും സമർപ്പണവും നഷ്ടപ്പെട്ട് അഹങ്കരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡംഭവും അഹങ്കാരവും ശാഠ്യവും എല്ലാം കളഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്മ ധരിച്ച് എനിക്കുള്ളതെല്ലാം ദൈവം എനിക്ക് തന്നു എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. 6-7 വാക്യങ്ങളൊന്ന് വായിക്കാം. കിഴക്കുനിന്നുമല്ല പടിഞ്ഞാറുനിന്നുമല്ല തെക്കുനിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ മുന്നറിയിപ്പിനുള്ള കാരണങ്ങളാണ്. ഇസ്രായേൽ സഹായത്തിനായി ദൈവത്തിലേക്ക് മാത്രം നോക്കുന്നു. അവിടെ നിന്നും സഹായം അവർ പ്രതീക്ഷിക്കുന്നു. ഇസ്രായേൽ വിടുതലിനായി എങ്ങോട്ട് നോക്കിയാലും അവർക്ക് വിടുതൽ ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ വാക്യങ്ങളിൽ നിന്ന് നാം കണ്ടു, എന്തെല്ലാം ദിശകളിലേക്ക് ജനം നോക്കിയിട്ട് കാര്യമില്ല. ഈ ജനത്തിന് ദൈവത്തിൽ നിന്ന് തന്നെ സഹായം ലഭിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തിക്കും ഇടപെടലിനും നമ്മെ ഉയർത്തുവാനും ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താഴ്ന്നിരിക്കുന്നു. അവനിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നാം അതാണ് കണ്ടത്. 9-10 വാക്യങ്ങളിൽ സ്തുതിയുടെ പ്രതിജ്ഞതയും വിജയത്തിന്റെ ഉറപ്പും ആണ് കാണുന്നത്. 9-ാം വാക്യത്തിൽ പറയുന്നു, ദുഷ്ടന്മാർ ദൈവക്രോധത്തിൽ അകപ്പെടുമ്പോൾ
ജനം പറയുകയാണ്, ഞാൻ ആ ദൈവത്തെ സ്തുതിക്കും. യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. ഉടമ്പടികളുടെ ദൈവം, യാക്കോബിനെ അനവധി കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവം. മാത്രമല്ല, ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും അവൻ മുറിച്ചു കളയും. സങ്കീർത്തനക്കാരനാണിത് പറയുന്നതെങ്കിലും ജനതയുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയാൽ തങ്ങളുടെ ശത്രുക്കളെ അവൻ നിശേഷം തോൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നാം അവിശ്വസ്തരായി തീർന്നിട്ടും അവൻ നമ്മോട് വിശ്വസ്തനായത് വിശ്വസനീയത്തിൽ തന്നെ നിൽക്കുന്നു. അവന്റെ വാഗ്ദാനങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. നീതിമാന്മാരെ ഉയർത്തി അവരുടെ മേലുള്ള വാഗ്ദാനം ഉറപ്പായും നിവർത്തിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ വില എത്ര വിലയേറിയതാണ്. നാം എന്തൊക്കെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയാലും, എത്ര വലിയ ശത്രുക്കൾ നമുക്കെതിരെ എഴുന്നേറ്റാലും, ലോകം മുഴുവൻ നമുക്ക് എതിരായാലും, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ദൈവമാണ്. ഈ പൂർണ്ണ വിശ്വാസവും ജീവിതവും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്തയ്ക്ക് വിരാമം കുറിക്കുന്നു. ആമേൻ.